നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഒരു PYQന്റെ 3-4 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഓക്കെ, പിന്നെ അടുത്തത് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ഒരു സബ്ജക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഒന്ന് PYQ ചെയ്യും, മറ്റൊന്ന് ക്വസ്റ്റ്യൻ ടാഗ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, PYQ 3 പേപ്പർ അല്ലെങ്കിൽ അതായത് 3 ടോട്ടൽ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിനുശേഷം മാത്രം എന്താവും ക്വസ്റ്റ്യൻ ടാഗ് ഡിസ്കസ് ചെയ്യും. കാരണം ബിക്കോസ് PYQ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ടത് PYQ ആണ്. അത് നമ്മൾ എത്ര നമ്മൾ റൂൾസ് പഠിച്ചാലും PYQ പ്രീവിയസ് ഇയർ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമ്മളെ മാർക്ക്. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക, പഠിക്കുക. അപ്പോൾ നമ്മളെ പ്രാക്ടീസാണ് നമ്മൾ സെഷൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. First the question, filling the blank using the appropriate form of the verb. Okay. First the sentence in the usually they play cricket, but now they dash football. Okay. എന്താണ് യൂഷ്വലി ദേ പ്ലേ ക്രിക്കറ്റ് ബട്ട് നൗ ദേ ഡാഷ് ഫുട്ബോൾ. സാധാരണയായിട്ട് ക്രിക്കറ്റ് ആണ് കളിക്കുന്നത്, പക്ഷെ ഇപ്പോൾ എന്താണ് ഫുട്ബോളാണ് അവർ കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? അല്ല സോറി, ഇവിടെ എന്താണ് ഓപ്ഷൻ? ഇവിടെ ഉത്തരം ഇവിടെ ഉണ്ട്. എന്താണ്? ആർ പ്ലേയിങ് ആണ് ആൻസർ. അപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഓക്കെ, എല്ലാത്തിനും അതിൻ്റെതായ പിന്നിൽ ഒരു ചെറിയൊരു ട്രിക്സ് ഉണ്ടാവും. അപ്പം മനസ്സിലാക്കി അതിൽ നമുക്ക് എന്താവും ഒരുപാട് ഗുണം ചെയ്യും. ഓക്കെ, ക്ലിയർ? ഇവിടെ ഈ യൂഷ്വലി എന്ന വാക്ക്, ഈ യൂഷ്വലി ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. യൂഷ്വലി എന്ന് പറഞ്ഞ സംഭവം വരുമ്പോൾ നോർമലി എന്താണ്? ഇതൊരു ഹാബിറ്റാണ് അല്ലെ, സാധാരണയായി ചെയ്യുന്ന ഒരു ഹാബിറ്റാണ്. ഇത് സത്യത്തിൽ ഇത് സിമ്പിൾ പ്രസന്റ് ആണ് കേട്ടോ. ഓക്കെ, എന്താണ്? സിമ്പിൾ പ്രസന്റിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പൊ യൂഷ്വലി എന്നുള്ള ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നൗ നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നൊരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ പൊതുവെ എന്താണ് ഉപയോഗിക്കുക? ഇതില്ലെങ്കിൽ ആം ഉണ്ടാവും, ഈസ് ഉണ്ടാവും, ആർ ഉണ്ടാവും. ഓക്കെ, ഇത് എന്താണ്? സിമ്പിൾ സിമ്പിൾ പ്രസന്റത്തെ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ പ്രസന്റ് യൂഷ്വലി. ഓക്കെ, ഇപ്പം നടക്കുന്ന ഒരു സംഭവം അല്ലെ, അത് സാധാരണയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അപ്പം നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ആം, ഈസ്, ആർ ഇതാണ് നോക്കേണ്ടത്, നമ്മൾ ഉപയോഗിക്കേണ്ടത്. പ്ലസ് വെർബ് പ്ലസ് ING. ക്ലിയർ? മനസ്സിലായോ? ആം, ഈസ്, ആർ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? എപ്പോഴും ING ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഈ സെന്റൻസ് ഇവിടെ എന്താണ്? യൂഷ്വലി ഉണ്ട്. യൂഷ്വലി ആയതുകൊണ്ട് ഇവിടെ എന്താണ്? ഈസ് വരുന്നത് അല്ലെങ്കിൽ ആറ് വരുന്നത് നമ്മൾ എന്താക്കുക? ചെക്ക് ചെയ്തിട്ട് ഏതാ ഉള്ളത് നോക്കുക. ഫസ്റ്റത്തെ അല്ല, സെക്കൻഡത്തെ അല്ല, ലാസ്റ്റ് ഇതാ ആർ പ്ലേയിങ്. എലിമിനേറ്റ് ചെയ്ത് പോയാൽ മതി കേട്ടോ. ആർ പ്ലേയിങ്. അപ്പോൾ നോ ദേ ആർ പ്ലേയിങ്. ഇതാണ് ഇതിന്റെ ആൻസർ. മനസ്സിലായി? അപ്പോൾ ഇവിടുത്തെ ട്രിക്സ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഇത് ജസ്റ്റ് ചെയ്ത് നോക്കുക നോട്ട്സിൽ. യൂഷ്വലി, പിന്നെ വേറെന്താ? നൗ എന്നുള്ള വാക്ക്. ഓക്കെ, അതുപോലെ ഓൾവേസ്, പിന്നെ എവരി ഡേ. അതായത് സാധാരണ ചെയ്യുന്ന ഒരു ഹാബിറ്റ്, അതാണ് ഇവിടുത്തെ പോയിന്റ്. പിന്നെ അറ്റ് ദി മൊമെന്റ്. കുറേ പഠിച്ചു വെക്കണ്ട, അപ്പോൾ ഉള്ളതും നമ്മളെ തലയിൽ നിൽക്കൂല. പ്രധാനപ്പെട്ട ജസ്റ്റ് ഞാൻ പറയുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കുക. യൂഷ്വലി, ഓൾവേസ്, എവരി ഡേ, അറ്റ് ദി മൊമെന്റ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഈസ് പ്ലേയിങ്, ആർ പ്ലേയിങ്, ഈസ്, ആറ് വരും കേട്ടോ. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തത് സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഇത് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കാണ്, പിന്നെ കൂടുതലായിട്ട് പറയുന്നില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ് ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പം ദേ റെയർലി വിസിറ്റേഴ്സ്. റെയർലി എന്നുള്ളത് എന്താണ്? എന്ത് സെന്റൻസ് ആണ്? റെയർലി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ അറിയുന്നവർക്ക് അറിയാത്. നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. റെയർലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. ക്ലിയർ? അപ്പൊ നെഗറ്റീവ് വന്നാൽ എപ്പോഴും
എന്തെടുക്കണം? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഡോണ്ട് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളില്ലേ, നോട്ട് വെച്ചിട്ടുള്ള ഇതൊക്കെയാണ്. അപ്പൊ റെയർലി എന്താണ്? വല്ലപ്പോഴും. ദേ റെയർലി വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വല്ലപ്പോഴും സന്ദർശിക്കും. അപ്പൊ റെയർലി എന്നുള്ളത് എന്താണ്? അതൊരു നെഗറ്റീവ്. വല്ലപ്പോഴും എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എന്താണ്, ഇതാണ് വേർഡാണത്, റെയർലി. മനസ്സിലായോ? അപ്പോൾ റെയർലി വിസിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ പോസിറ്റീവ് ആണ് നമ്മൾ എന്താക്കണ്ടേ, എടുക്കണ്ടേ. മനസ്സിലായോ? പോസിറ്റീവ് ആയിട്ടുള്ള ഇത് എടുക്കണം. അപ്പൊ ഇവിടെ ഡു എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് ആണ്, ഇതല്ല. ആ സോറി, അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ ടാഗിൽ മനസ്സിലാക്കേണ്ട, അത് നമുക്ക് വിശദമായി ഡിസ്കസ് ചെയ്യാം. എന്നാലും ഇവിടെ ജസ്റ്റ് ഒന്ന് പറയാം. ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പോസിറ്റീവ് സെന്റൻസ് വന്നാൽ ഉത്തരം നെഗറ്റീവ് എടുക്കണം. ഓക്കെ, നെഗറ്റീവ് എടുക്കുകയാണെങ്കിൽ ഉത്തരം പോസിറ്റീവ് എടുക്കണം. മനസ്സിലാവും? ഇപ്പൊ റയർലി എന്നത് ഒരു നെഗറ്റീവ് സാധനമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ എടുക്കേണ്ടത്? പോസിറ്റീവ് ആയിട്ടുള്ള സംഭവം എടുക്കണം. ഡൂ ദേ. ഡോണ്ട് എന്നാണ് നെഗറ്റീവ് ആണ്. ഇവിടെ ഓൾറെഡി നെഗറ്റീവ് നെഗറ്റീവ് വരില്ല. ഡിഡ് ദേ എന്താണ്? പോസിറ്റീവ് ആണ്. പക്ഷെ ഇവിടെ ഗ്രാമറ്റിക്കലി നമുക്ക് ഗ്രാമറിൽ അത് വരൂല. ഓക്കെ, പിന്നെ ഡിഡിന്റെ ഇത് നെഗറ്റീവ് ആണ്. മനസ്സിലായോ? ഒന്നില്ലെങ്കിൽ സി വരും അല്ലെങ്കിൽ എ വരും. സി എന്താണ്? ഇതില് സ്യൂട്ട് അല്ല. ഇവിടെ എന്താണ്? ഡൂ ദേ. ക്ലിയർ ആയോ? ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം കേട്ടോ. ഇനി അടുത്തത്, സെലക്ട് ദ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. ഓക്കെ, ദ പ്രപ്പോസൽ വാസ് ഡാഷ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്സ്. ഓക്കെ, എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രപ്പോസൽ വാസ് ഇതില് എന്ന് പറഞ്ഞാല് പ്രപ്പോസൽ വാസ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്സ്. ഫണ്ട്സ് ഇല്ലാത്തത് കാരണം ഒരു പ്രപ്പോസൽ എന്തായി? റിജക്ട് ചെയ്തു എന്നാണ്. മനസ്സിലായോ? റിജക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ടേൺ ഡൗൺ. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക് എന്താ? ടേൺ ഡൗൺ. കണ്ടോ? റിജക്ട് ചെയ്യുക. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? റിജക്ട് ചെയ്യുക. ക്ലിയർ ആയോ? ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ റിജക്ട് ചെയ്യുക. ടേൺ ഡൗൺ, റിജക്ട് ചെയ്യുക. ഓക്കെ, തള്ളിക്കളയുക. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത്, ഐ തിങ്ക് ദ മാനേജർ ഈസ് ഡ്രാഗിങ് ഹിസ് ഫീറ്റ് ഇൻ ദിസ് കേസ്. ഓക്കെ, ഡ്രാഗിങ് ഹിസ് ഫീറ്റ് ഇൻ ദിസ് കേസ് എന്നാണ്. ആൻസർ എന്താ? ദ മാനേജർ ഈസ് ആക്ടിങ് സ്ലോലി. അതായത് സാവധാനത്തിൽ. എന്താണ് ഡ്രാഗ്? ഡ്രാഗ് ചെയ്ത എന്നൊക്കെ പറഞ്ഞാൽ വളരെ സാവധാനത്തിലാണ് എന്താണ് ഈ കേസിൽ മാനേജർ ഉള്ളത്. മനസ്സിലായോ? അതായത് ദ മാനേജർ ഈസ് ആക്ടിങ് സ്ലോലി ഇൻ ദിസ് കേസ് ബിക്കോസ് ഹി ഡസ് നോട്ട് വാണ്ട് ടു ഡു ഇറ്റ്. അദ്ദേഹത്തിന് അത് ചെയ്യണ്ട. സത്യത്തില് അദ്ദേഹത്തിന് ചെയ്യണം എന്നില്ല. ഓക്കെ, വളരെ സ്ലോ ആയിട്ടാണ് ഈ കേസ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലായോ? ഡ്രാഗിങ് ഹിസ് ഫീറ്റ് എന്നുള്ള വാക്ക്. ഓക്കെ, സ്ലോ. സ്ലോ എന്നുള്ള അർത്ഥമാണ് സ്ലോ, പതുക്കെ. ക്ലിയർ? സ്ലോ. ഡ്രാഗിങ് ഹിസ് ഫീറ്റ്. ഓക്കെ, മനസ്സിലായോ? ഡ്രാഗിങ് ഹിസ് ഫീറ്റ്. ക്ലിയർ ആയോ? സ്ലോലി. ഓക്കെ, ഇനി അടുത്തത്, ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത് നോക്കിയോ. കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇത് നമ്മുടെ സെക്കൻഡ് ടോപ്പിക് ആണ് കേട്ടോ. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും, നിങ്ങൾ മനസ്സിലായി തരും ഏത് ഈ ഒരു ടോപ്പിക്ക്. ഓക്കെ, പിന്നെ ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞു പോവാ. ഇഫ് ഐ ഹാഡ് എ കാർ, ഇഫ് ഐ ഹാഡ് എ കാർ, ഇഫ് ഐ ഹാഡ് എ കാർ, എന്താണ്? ഇഫ് ഐ ഹാഡ് എ കാർ, ഐ വുഡ് ഡ്രോപ്പ് യു അറ്റ് ദി ബസ് സ്റ്റോപ്പ്. ഓക്കെ, ഈ സെന്റൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, ഡോൺ വറി. അപ്പോൾ ഇഫ് ഐ ഹാഡ് എ കാർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് വരിക? ഹാഡ് വന്നതുകൊണ്ട്, ഹാഡ് എ കാർ എന്നുള്ള പ്രയോഗം കൊണ്ട് വുഡ് വന്ന്. മനസ്സിലായോ? വുഡ് ഉള്ളതാ എടുക്കാൻ പറ്റുമോ? അപ്പോൾ എ എടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും മനസ്സിലായേ? കേട്ടോ, ഇവിടെ എന്താണ്? വുഡ് ആണ്. ഇഫ് ഐ ഹാഡ് എ കാർ എന്നുള്ള ഒരു സെന്റൻസ് വന്ന, അപ്പൊ വില്ല് എന്താണ്? ഇപ്പൊ വില്ല് വരുന്ന സെന്റൻസ് ഞാൻ ഇപ്പൊ ഒരു ഉദാഹരണം, ഇഫ് ഐ ഹാവ് എ കാർ ടുമോറോ. ഓക്കെ,
എൻ്റെ അടുത്ത് കാർ ഉണ്ടെങ്കിൽ ഇഫ് ഐ ഹാവ് എ കാർ ടുമോറോ, എക്സാമ്പിൾ ഇഫ് ഐ ഹാവ് എ കാർ ടുമോറോ, ഓക്കെ, ഐ വിൽ ഡ്രോപ്പ് യു എന്നാ പറയാ. ഐ വുഡ് എന്ന് ഉപയോഗിക്കില്ല, മനസ്സിലായോ? ഐ വിൽ ഡ്രോപ്പ് യു. ഓക്കെ, മനസ്സിലായോ? കണ്ടോ, ഇവിടെ വില്ല് വരും. എന്താ പറയാ? ഇഫ് ഐ ഹാവ് എ കാർ, ഐ ഹാവ്, കണ്ടോ? ഇതെന്താണ്? ഇത് പാസ്റ്റിൽ വരൂല. ഓക്കെ, ഇത് പാസ്റ്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്താണ് ഇവിടെ വില്ല് ഉപയോഗിക്കും. ഇവിടെ ഹാഡ് വന്നതുകൊണ്ട് ഇത് പാസ്റ്റ് പെട്ടതാണ്, ഇവിടെ എന്ത് വുഡ് ഉപയോഗിക്കും. മനസ്സിലായോ? ഇഫ് ഐ ഹാഡ് എ കാർ ഐ വുഡ് ഡ്രോപ്പ് യു അറ്റ് ദി ബസ് സ്റ്റോപ്പ്. ക്ലിയർ ആയോ? വില്ല് വന്നാൽ നമ്മൾ സെന്റൻസ് വളരെ ശ്രദ്ധിക്കുക, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ വില്ല് എന്താണ് ഒരു ഫ്യൂച്ചർ ടെൻസിനെ എന്താകുന്നത് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. എൻ്റെ അടുത്ത് കാർ ഉണ്ടെങ്കിൽ ഞാൻ എന്താവും? ഡ്രോപ്പ് ചെയ്യും എന്നുള്ള നിലക്ക്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ തന്നെ സെന്റൻസ് ആണ്. ഓക്കെ, എൻ്റെ അടുത്ത് ഇപ്പൊ ഇല്ല. ഇഫ് ഐ ഹാഡ് എ കാർ, മനസ്സിലായോ? ഞാൻ ഡ്രോപ്പ് ചെയ്യും. ഇത് രണ്ടും രണ്ട് സെന്റൻസ് ആണ് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് വെച്ചാൽ ഹാഡ് വന്നാൽ ഇത്ര മാത്രം മനസ്സിലാക്കുക. സിമ്പിളായി പറഞ്ഞാൽ ഹാഡ് വന്നാൽ എന്താണ്? വുഡ് ആണ്. ക്ലിയർ ആയോ? ഹാഡ് വരുമ്പോൾ വുഡ് വരും. ഓക്കെ, അത് മാത്രം നോട്ട് ചെയ്താൽ മതി. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അത് നമുക്ക് ആ ഒരു സെഷൻ കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് തിരിയും. ഓക്കെ, ഇനി അടുത്തത്, വിച്ച് among the following is a synonym of the word disposition? ഓക്കെ, ഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ എന്നാണ് അതിന്റെ എന്ത് സിനോണിം. ഓക്കെ, ഡിസ്പൊസിഷൻ എന്താണ്? ക്യാരക്ടർ. ക്ലിയർ? ഡിസ്പൊസിഷൻ, ക്യാരക്ടർ. ഇനി അടുത്തത് ജസ്റ്റ് നോക്കിയോ, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, മനസ്സിലാക്കുക. ഡിസ്പൊസിഷൻ, ക്യാരക്ടർ. ചേഞ്ചിങ് ടു കമ്പാരിറ്റീവ് ഡിഗ്രി. ഓക്കെ, രാജീവ് ഇസ് ദി ടോളസ്റ്റ് ബോയ് ഇൻ ദി ക്ലാസ്. ഓക്കെ, രാജീവ് ഇസ് ദി ടോളസ്റ്റ് ബോയ് ഇൻ ദി ക്ലാസ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ടോളസ്റ്റ്, അതായത് ടോളസ്റ്റ് ബോയ് ഇൻ ദി ക്ലാസ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, രാജീവ് ഇസ് ദി ടോളസ്റ്റ് ബോയ് ഇൻ ദി ക്ലാസ്. ഓക്കെ, ഇതൊരു കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാജീവ് ഈസ് ദി രാജീവ് ഈസ് ടോളർ ദാൻ ഓൾ ദി അതർ ബോയ്സ് ഇൻ ദി ക്ലാസ്. ഓക്കെ, അപ്പോൾ കമ്പയർ ചെയ്യണമല്ലോ, മറ്റു കുട്ടികളുമായിട്ട് രാജീവിനെ കമ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുക ടോളർ. ഓക്കെ, ടോളർ ദാൻ, മനസ്സിലായോ? ടോളർ ദാൻ എന്നുള്ള വാക്ക് കാണുമ്പോൾ തന്നെ ഓൾ ദി അതർ ബോയ്സ്, ഓൾ ദി അതർ ഈ സെന്റൻസ് നോട്ട് ചെയ്യട്ടോ. ഓൾ ദി അതർ, ടോളർ ദാൻ. ഓക്കെ, ടോളർ ദാൻ, മനസ്സിലായോ? ടോളർ ദാൻ ഓൾ ദി അതർ. ഓക്കെ, ഇവിടെ ടോളർ ദാൻ മെനി ബോയ്സ് തെറ്റാണ്. നോ അതർ ബോയ് എന്താണ്? സ്യൂട്ടബിൾ അല്ല. ടു സ്യൂട്ടബിൾ ഏതാണ് ഇവിടെ? മോസ്റ്റ് തെറ്റാണ്. ടോളർ ദാൻ ഓൾ ദി അതർ ബോയ്സ്. ഓൾ ദി. ഓക്കെ, ക്ലിയർ ആയോ? ഓൾ ദി അതർ ബോയ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തത്, ഇത് മനസ്സിലായില്ലേ? ടോളറും ഒക്കെ ക്ലിയർ അല്ലേ? അല്ലേ? പിന്നെ ദന്റെ ഇപ്പുറം എപ്പോഴും ദ ടോളസ്റ്റ്, മനസ്സിലായോ? ടോളസ്റ്റ് ഇതുണ്ടോ? ദ വരുമാണ് EST എന്നുള്ളതിൽ എൻഡ് ചെയ്യുന്നത്. ടോളസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലുത് കേട്ടോ, ഏറ്റവും വലുത്. ക്ലിയർ? അടുത്തത് ഇവിടെ അപ്പോൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താ? ഒന്നെന്താ? ടോളർ ദാൻ, കണ്ടോ? ടോളർ ദാൻ മെനി അല്ല, ടോളർ ദാൻ ഓൾ ദി അതർ ബോയ്സ്. ഓൾ ദി. അപ്പോൾ ഓൾ ദി ആ ടേം എന്താകുക? മനസ്സിൽ തന്നെ വെക്കുക. ഓക്കെ, ഇനി അടുത്തത്, ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ്, കണ്ടില്ലേ? ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ് ഈസ് കോൾഡ് എന്താണ്? ട്രൂപ്പാണ് കേട്ടോ. സോൾജിയേഴ്സിന്റെ ഒരു കൂട്ടം സോൾജിയേഴ്സിന് എന്താ പറയാ? ട്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ്. ഓക്കെ, മനസ്സിലായോ?
ഹേർഡ് എന്താണ് മൃഗങ്ങൾ, അതിനെയാണ് പറയാ ഹെഡ് ഓഫ് എലിഫന്റ് എന്ന് നമ്മൾ എന്താവും പ്രയോഗിക്കും. ഓക്കെ. പിന്നെ ക്യാറ്റിൽ നമ്മൾ ഉപയോഗിക്കും, ഹെഡ് ഓഫ് ക്യാറ്റിൽ എന്ന വാക്ക് ഉപയോഗിക്കും. പക്ഷികൾ എന്താ പറയാ, ഫ്ലോക്ക്, ഫ്ലോക്ക് ഓഫ് ആ പക്ഷികൾക്ക് കേട്ടോ, ഫ്ലോക്ക്. ഓക്കെ. ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ കൂട്ടം, ഹേർഡ് ഓഫ് കാറ്റിൽ. ഓക്കെ. ക്ലിയർ, ക്ലിയർ ആയോ? ട്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ്. ക്ലിയർ. ഈ ഡാൻസേഴ്സ്, ആക്ടേഴ്സ്, അവരൊക്കെയാണ് എന്താ പറയാ ട്രൂപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക കേട്ടോ, ട്രൂപ്പ്. ഓക്കെ. ശ്രദ്ധിക്കുക, ആക്ടേഴ്സ്, ഡാൻസേഴ്സ്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ്, ഫ്ലോക്ക് എന്നുള്ള വാക്ക്. ഓക്കെ. ഹേർഡ്. റെഡി. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കറക്റ്റ് സ്പെല്ലിംഗ് ആണ് കേട്ടോ. ഓക്കെ. ഇത് കണ്ടില്ല നിങ്ങൾ, ജസ്റ്റ് ഇത് നിങ്ങൾ തന്നെ സ്വയം എന്താക്കുക, അതിൻ്റെതായ ട്രിക്സ് ഒക്കെ കണ്ടുപിടിച്ച് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ. അതിൻ്റെതായ ട്രിക്ക് വെച്ച് എന്താക്കുക, ഓർത്ത് വെക്കുക. അപ്പം ചില വേർഡ്സ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ PSC ഇടക്കിടക്ക് ചോദിക്കുന്നത് ഒന്ന് ബ്യൂറോ. ഓക്കെ. BUR, ഇങ്ങനെ ബ്രേക്ക് ചെയ്തുണ്ട് കേട്ടോ, ബ്യൂറോ. പിന്നെ എംബരാസ് എന്ന് പറയുന്നത് 2 R ഉണ്ട്. ഓക്കെ. 2 S ഉണ്ട്. അത് തെറ്റി പോകുന്നതാണ്, നോർമലി ശ്രദ്ധിക്കേണ്ട. പിന്നെ അക്കോമഡേഷൻ, പിന്നെ മില്ലേനിയം എന്നുള്ള വാക്കൊക്കെ തെറ്റാൻ സാധ്യതയുണ്ട്, മില്ലേനിയം. അങ്ങനെ കുറേ വേർഡ്സ് ഉണ്ട്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താവും, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ആവുമ്പോൾ നമ്മളെ മനസ്സിൽ എന്താണോ കൊണ്ടുവരണം. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യുക. എയർ ഇ എന്നാണ്, എയർ ഇ ഉണ്ടോ, DN ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ക്വസ്റ്റ്യൻ ഇട്ടിട്ട് നേരെ എന്നെഴുതിയാൽ മതി കേട്ടോ, NIARE കേട്ടോ. ഓക്കെ. മില്ലേനിയം കണ്ടാൽ തന്നെ നമ്മളെ മനസ്സിൽ വരണം കേട്ടോ. ഇത് DT ആണ് കേട്ടോ, DT. ഓക്കെ. DT ആണ്. ക്ലിയർ. മനസ്സിലായോ? ഇനി അടുത്തത് നമ്മൾ ഇത് പറയും, ഇൻഡയറക്റ്റ് സ്പീച്ച് നമ്മൾ സെപ്പറേറ്റ് സെഷൻ ഉണ്ട്. ഓക്കെ. സെപ്പറേറ്റ് സെഷൻ ഉണ്ട്. അപ്പോൾ ഇതിവിടെ മനസ്സിലാക്കേണ്ട, ഡു യു നോ ദ ആൻസർ. റിത ആസ്ക്ഡ് രമേശ്, ഡു യു നോ ദി ആൻസർ. ഡു യു നോ ചോദിക്കുകയാണ് അല്ലേ, ഉത്തരം അറിയോ ഇല്ലേ എന്നുള്ള ചോദ്യമാണ്. അപ്പൊ അത്തരം ചോദ്യങ്ങൾക്കൊക്കെ എന്താണ് കൂടുതലായിട്ട് വരിക, എന്താണ് വരിക, വെദർ. മനസ്സിലായോ? വെദർ എന്നുള്ള ടേം കൂടുതലായിട്ട് വരും. ഓക്കെ. അതുപോലെ ഈഫ് വന്നാലും അത്തരത്തിലുള്ള വേർഡ് വെദർ എന്നുള്ള വാക്ക് കൂടുതലായിട്ട് വരും. ഓക്കെ. ക്ലിയർ. ഇനി നമുക്ക്, അപ്പോൾ അതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ ഫിനിഷ് ആയി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ഒന്ന് എന്താ, ഈ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്സ് കണ്ടോ, ഇത് നമ്മൾ നോക്കുക. പിന്നെ ട്രൂപ്പ്, ഫ്ലോക്ക് ഓഫ് വാട്ട്, ഫ്ലോക്ക് എന്താണ്, ഹെഡ് ഓഫ് കാറ്റിൽ. ട്രൂപ്പ് ഡാൻസേഴ്സ്, പെർഫോമേഴ്സിൻ്റെയാണ് ട്രൂപ്പ്. പിന്നെ ഫ്ലോക്ക് എന്താ, ഫ്ലോക്ക്. ഓക്കെ. ഫ്ലോക്ക് എന്താ, കമന്റ് ചെയ്യാം കേട്ടോ. അടുത്ത ടോളർ ദാൻ ഓൾ ദി അതർ. ഓക്കെ. പിന്നെന്താ, ഡിസ്പോസിഷൻ, ക്യാരക്ടർ. നമ്മൾ റിവിഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് മലയാളമാണ്, നമുക്ക് സെപ്പറേറ്റ് ഒരൊറ്റ സെക്ഷനിൽ, അതും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ, കാരണം അതാണ് പ്രധാനപ്പെട്ടത്. ഓക്കെ. പെട്ടെന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനായിരിക്കും. ഇനി അടുത്തത്, ചൂസ് ദി കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദി ഗിവൺ സെന്റൻസ്. ദ ലേറ്റ് ഓതർ
ഹാസ് റിട്ടൺ സെവറൽ നോവൽസ് ആൻഡ് പോയട്രി കളക്ഷൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് മനസ്സിലാക്കിയ വളരെ സിമ്പിളാണ്. ഓക്കെ, ഇവിടെ എന്താണ് ഇതിന്റെ കറക്റ്റ് പാസീവ് ഫോം കണ്ടുപിടിക്കും. ഇതും സെപ്പറേറ്റ് പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ് ഒക്കെ എന്താണ് സെപ്പറേറ്റ് ടോപ്പിക് ആണ് കേട്ടോ, നമ്മൾ കൂടുതൽ പറയും. ഇവിടെ മനസ്സിലാക്കേണ്ട ഹാസ് റിട്ടൺ എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാസ് റിട്ടൺ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക ഹാസ് റിട്ടൺ സെവറൽ നോവൽസ് ആൻഡ് പോയട്രി കളക്ഷൻസ്. ഓക്കെ, അപ്പൊ ഹാസ് റിട്ടൺ എന്ന് പറയുമ്പോൾ എന്തായി, ശരിക്കും ഹാസ് റിട്ടൺ എന്നാണല്ലോ കൊടുത്തത്. ഇത് ഇപ്പൊ നിങ്ങൾക്ക് പറയുമ്പോൾ ഒന്നും തിരിയില്ല. ഇത് സെപ്പറേറ്റ് സെഷൻ ചെയ്യുമ്പോൾ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് പറയുന്നതാണല്ലോ. ഹാസ് റിട്ടൺ എന്നാണല്ലോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തായി, ഹാസ് റിട്ടൺ എന്ന് പറയുമ്പോൾ ഇത് V3 ഫോം ആണ്. V3 ഫോം എന്ന് പറയുന്നത് എന്താ, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഓക്കെ, ഇതിൽ V1, V2, V3 ഈ ഫോമാണ് വന്നത്. ഓക്കെ, അത് ഹാസ് പ്ലസ് V3, റൈറ്റ്. അപ്പൊ ഇങ്ങനെ ഹാസ് V3 ഫോം വരുമോ, ഹാസും വരുമോ, അതിന്റെ കൂടെ എപ്പോഴും എന്ത് ഒരു ബീൻ എന്തായാലും ചേർത്ത് കൊടുക്കണം. മനസ്സിലായോ? മനസ്സിലായോ? ബീൻ ചേർത്ത് കൊടുക്കണം. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ ഡിയിലില്ല, സിയിലും ഇല്ല, ഡിയിലും ഇല്ല. പിന്നുള്ളത് എന്താണ്, എയും ബി ആണ്. അപ്പൊ ഇവിടെ കളക്ഷൻസ് ഹാഡ് ബീൻ റിട്ടൺ ബൈ ദി ലേറ്റ് ഓതർ. ഓക്കെ, എന്നാണ് കൊടുത്തിട്ടുള്ളത്. റെഡി അല്ലേ? കളക്ഷൻസ് ഹാഡ് ബീൻ റിട്ടൺ ബൈ ദി ലേറ്റ് ഓതർ എന്ന് പറഞ്ഞത്. ഇവിടെ കൂടുതൽ സ്യൂട്ട് ആകുന്ന കളക്ഷൻസ്. കളക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതൊരു പ്ലൂരലും കൂടിയാണ് അല്ലേ. അപ്പോൾ ഹാവ്, കളക്ഷൻസ് എന്ന് പറയുമ്പോൾ കൂടുതൽ സ്യൂട്ട് ഹാവ് ബീൻ റിട്ടൺ ബൈ ദി ലേറ്റ് ഓതർ. ഇതാണ് ബി ആണ് ആൻസർ. ക്ലിയർ? ക്ലിയർ ആയോ? മനസ്സിലായില്ല? ഹാസ് റിട്ടൺ എന്ന് പറയുമ്പോൾ ഹാവ് ബീൻ റിട്ടൺ. മനസ്സിലായോ? ഹാസ് റിട്ടൺ എന്ന് പറയുമ്പോൾ ഹാവ് ബീൻ റിട്ടൺ. റെഡി? ഓക്കെ, ഇനി അടുത്ത് വയ്ക്കോ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ എന്താവും ഡിസ്കസ് ചെയ്യും ചാപ്റ്റർ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എക്സാമിന് വരുന്നത് ഒന്ന് ക്വസ്റ്റ്യൻ ടാഗ്, രണ്ടാമത്തത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, പിന്നെ ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇതൊക്കെ എന്താവും, പിന്നെ സെന്റൻസ് കറക്ഷൻ, സെന്റൻസ് ഈഫ് ഒക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഈഫിന്റെ യൂസേജ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താവും സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യും, ഡോൺ വറി. ഓക്കെ, ഇനി അടുത്തത് ഹി സെഡ് മൈ സിസ്റ്റർ ഈസ് പ്രിപ്പയറിംഗ് ഫോർ ഹെർ എക്സാം, കൺവേർട്ട് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇതും സെപ്പറേറ്റ് ടോപ്പിക് ആണ്, സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യും. ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്താ, മൈ സിസ്റ്റർ ഈസ് പ്രിപ്പയറിംഗ് ഫോർ ഹെർ എക്സാംസ്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റണം. അപ്പം മൈ എന്നുള്ളത് എന്താവും, ഇതും ഞാൻ പറയും, എന്നാലും ഇപ്പം ജസ്റ്റ് ഒന്ന് പറയുന്നതാണ് കേട്ടോ. മൈ എന്നുള്ളത് അതിന് പകരം എന്താവും, ഇൻഡയറക്റ്റ് ആണല്ലോ, ഇൻഡയറക്റ്റ് സ്പീച്ച്. മൈ എന്നുള്ളത് ഹിസ് അല്ലെങ്കിൽ ഹെർ ആവും. ഹിസ് അല്ലെങ്കിൽ ഹെർ ആവും മൈ എന്നുള്ള വാക്ക് ഇനി പകരം. അപ്പോൾ ഹീ സെഡ് ദാറ്റ്, കേട്ടോ, ഹീ സെഡ് ദാറ്റ് എഴുതി. ഇവിടെ എന്താണ്, മൈന് പകരം ഹിസ് ആയി. പിന്നെ സിസ്റ്റർ ആയി. ഈസ് വന്ന വാസാവും. ശരിക്കും ശ്രദ്ധിക്കുക, ഈസ് വന്ന വാസായി. ക്ലിയർ ആയോ? പിന്നെ പ്രിപ്പയറിങ്, കേട്ടോ, പ്രിപ്പയറിങ് ഫോർ ഹെർ എക്സാംസ്. കേട്ടോ, അങ്ങനെയാണ് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് രണ്ടെണ്ണം കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് എടുത്തു കളയാം, എലിമിനേറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത്, ഇപ്പോൾ ഉത്തരം എ ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് പറയും കേട്ടോ. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോലും കണ്ടില്ല, റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ക്വസ്റ്റ്യൻ ടാഗ്. നമ്മൾ രണ്ട് മൂന്നെണ്ണം പഠിച്ചു പോയാൽ തന്നെ നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം. വളരെ ഈസി ആയി സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇംഗ്ലീഷ് പഠിച്ചാൽ. മലയാളത്തെ പോലെയൊന്നുമല്ല, മലയാളം നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ നിൽക്കൂല. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് എന്ന് പറഞ്ഞാൽ ഷുവർ ഷോട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിക്ക് പഠിക്കുക, ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത, ഐഡന്റിഫൈ ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ സെന്റൻസ്. നൺ ഓഫ് ദി പ്ലേയേഴ്സ് ഹാസ് അറൈവ്ഡ് യെറ്റ്. അല്ലേ, നൺ ഓഫ് ദി, നണ്ണ് എന്നുള്ള വാക്ക് കാണുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ മനസ്സിൽ ഓടി വരണം എന്താ, നണ്ണ് എന്നുള്ള വാക്ക് തന്നെ എന്താണ്,
നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഒരു നെഗറ്റീവ് വന്നാൽ എന്താണ്? പോസിറ്റീവ് ആണ്. നെഗറ്റീവ് വന്നാൽ എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ നൺ ഓഫ് ദി പ്ലേയേഴ്സ്. അപ്പൊ ഇവിടെ നെഗറ്റീവ് എന്താ? നൺ. ക്ലിയർ? അപ്പൊ നണ്ണ് വന്നാൽ തന്നെ എ പറ്റൂല, ശരിക്കും മനസ്സിലാക്കുക, ഡിയും പറ്റൂല. പിന്നെയുള്ള ഹാസും ഉണ്ട്, ഹാവും ഉണ്ട്. മനസ്സിലായോ? ഹാസും ഉണ്ട്, ഹാവും ഉണ്ട്. ക്ലിയർ? ഇപ്പൊ നണ്ണ് എന്താണ്? പിന്നെ നണ്ണ് എന്നുള്ളത് അത് നെഗറ്റീവ് ആണ്. ക്ലിയർ? അപ്പൊ ഇവിടെ ഉത്തരം എന്താണ്? ആൻസർ ആൻസർ സി ആണ്. ഹാവ് ദേ ആണ്. നൺ ഓഫ് ദി പ്ലെയേഴ്സ്. ഒരു പ്ലെയറെ കുറിച്ചൊന്നല്ല. ഒറ്റ പ്ലെയറും വന്നിട്ടില്ല കേട്ടോ. അപ്പൊ അവിടെ ഹാസ് ദേ അല്ല ഉപയോഗിക്കേണ്ടത്, ഹാവ് ദേ ആണ്. ഓക്കെ, ക്ലിയർ? ഇപ്പൊ നോബഡി എന്നുള്ളൊരു വാക്ക് കാണുക, നോബഡി. അപ്പൊ നമ്മള് അത് ഞാൻ പറയുന്നില്ല, അത് ഓരോ സെന്റൻസിനനുസരിച്ച് പറയാം. ഇപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇവിടെ നെഗറ്റീവും പോസിറ്റീവും ആണ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർബ്സ് ബെസ്റ്റ് ഫിറ്റ്സ് ഓക്കെ ദ സെന്റൻസ് ഗിവൺ ബിലോ. ഏതാണ് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള സെന്റൻസ്? ഇത് ശരിക്കും മനസ്സിലാക്കുക, വളരെ സിമ്പിൾ ആണ് കേട്ടോ. നെയ്തർ ദ മാനേജർ നോർ ഹിസ് സബോർഡിനേറ്റ്സ് ഡേസ് റെസ്പോൺസിബിൾ ഫോർ ദി എറേഴ്സ്. അപ്പൊ ഈ വാക്ക് ഇത് കണ്ടാൽ തന്നെ ഇത് അണ്ടർലൈൻ ചെയ്യുക. നെയ്തർ എന്നുള്ള വാക്ക് കണ്ടോ? ദി മാനേജർ, നോർ, ഇത്തരം വാക്കുകൾ കണ്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതുപോലെ മറ്റൊരു വാക്കും കൂടിയുണ്ട്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. നോട്ട് ഓൺലി ബട്ട് ഓൾസോ. നോട്ട് ഓൺലി ബട്ട് ഓൾസോ അല്ലെങ്കിൽ നെയ്തർ നോറ്, ഇത്തരത്തിലുള്ള കണ്ടാല് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല് എന്താണോ ഇവിടെ കൊടുത്തത്, ഫസ്റ്റ് ഒന്നല്ല, മാനേജർ ഒന്നല്ല, സെക്കൻഡ് സെന്റൻസ് കൊടുത്തത്, അതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് നമ്മൾ ഇതിന്റെ ഉത്തരം എടുക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ, ഇവിടെ സബോർഡിനേറ്റ്സ് ഉള്ളത് എന്താ നോക്കണ്ടേ? പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്ന് നോക്കുക, അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കുക, എടുക്കുക. അപ്പൊ ഇവിടെ സബോർഡിനേറ്റ്സ് പറഞ്ഞാൽ എന്താ? ഒരു പ്ലൂറലാണ്. അപ്പൊ ആൻസർ എന്തായിരിക്കും? അതുമായി ബന്ധപ്പെട്ടതായിരിക്കും. റെഡി? ഇവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ നോക്കാം, ഇവിടെ ഓപ്ഷൻ കൊടുത്താണ്ടോ ബി. ഇവിടെ ഉത്തരം എന്താ? ആറാണ്. എന്തുകൊണ്ട് ആറ്? ഇവിടെ സബോർഡിനേറ്റ്സ് കണ്ടോ? മാനേജർ അല്ല എടുക്കണ്ട, സെക്കൻഡ് ആണ് എടുക്കേണ്ടത്, സബോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പൊ സബോർഡിനേറ്റ്സ് ആർ. ക്ലിയർ? മനസ്സിലായോ? ഇവിടെ സബോർഡിനേറ്റ് എന്നല്ല, സബോർഡിനേറ്റ്സ്. നേറ്റ്സ് എന്ന് പറയുമ്പോൾ പ്ലൂരലായി, അപ്പോൾ ആർ എടുക്കുക. മനസ്സിലായോ എന്താ കാരണം? നൈദർ നോറ് അല്ലെങ്കിൽ നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇത്തരത്തിലുള്ള ഇതൊക്കെ വരുമ്പോൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഓക്കെ, ദിസ് പ്രോബ്ലം ഈസ് ഫാർ ഡാഷ് ദാൻ വി ഇനീഷ്യലി തോട്ട്. ഓക്കെ, മനസ്സിലായോ? ദീസ് പ്രോബ്ലം ഈസ് ഫാർ. ഇപ്പൊ ഇവിടെ നമ്മുടെ മനസ്സിൽ തന്നെ ഓടിയെത്തേണ്ട രണ്ട് കാര്യം എന്ന് പറഞ്ഞാല്, പിന്നെ ഇവിടെ ദാനുണ്ട്, ദാൻ അല്ലെ? ദാന് എന്ന് പറഞ്ഞാൽ ഇത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് അല്ലെ? നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി ആകുമ്പോൾ നമ്മൾ ഒരിക്കലും എന്തായത് വേസ്റ്റ് എന്തായാലും വരൂല. ഓക്കെ, മോസ്റ്റ് വേഴ്സ് അതും വരൂല. ഓക്കെ, പിന്നെ വരാൻ സാധ്യതയുള്ള മോർ വേഴ്സും വേഴ്സ്റ്റും ആണ്. ഓക്കെ, മോർ വേഴ്സും വേഴ്സും ആണ്. ഓക്കെ, അപ്പൊ ദിസ് പ്രോബ്ലം ഈസ് ഫാർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തായി? ഇതിന്റെ ഉത്തരം നമുക്ക് ആൻസർ വേഴ്സാന്ന് മനസ്സിലായി. ദിസ് പ്രോബ്ലം ഈസ് ഫാർ വേഴ്സ് ദാൻ വി ഇനീഷ്യലി തോട്ട്. മനസ്സിലായോ? ദീസ് പ്രോബ്ലം ഈസ് ഫാർ ഇട്ടിട്ട് പിന്നെയും മോർ ഇടേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഈസ് ഫാർ വേഴ്സ് ദാൻ വി ഇനീഷ്യലി തോട്ട്. ഓക്കെ, ക്ലിയർ? ദാന് വരുമ്പോ എപ്പോഴും എന്തായിരിക്കും? നമ്മൾ ഇത്തരത്തിലുള്ള സെന്റൻസ് ദാന് വരുമ്പോ എസ് ടി വെച്ചിട്ടുള്ളതൊന്നും എടുക്കരുത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ആണത് കേട്ടോ. ഓക്കെ, ടോൾ വന്നാൽ ടോളർ ദാൻ, ഗുഡ് വന്നാൽ ബെറ്റർ ദാൻ, ഗുഡ് വന്നാൽ ബെറ്റർ ദാൻ, പിന്നെ ബാഡ് വന്നാൽ എന്താണ്?
അടുത്ത വേഴ്സ്. ഓക്കെ, വേഴ്സ് ദാൻ വി ഇനീഷ്യലി തോട്ട്. ഇത് ക്ലിയർ ആയോ? ദിസ് പ്രോബ്ലം ഈസ് വേഴ്സ് ദാൻ വി ഇനീഷ്യലി തോട്ട്. ഇപ്പൊ ടോഡ് വന്നാൽ ടോളർ ദാൻ, ഗുഡ് വന്നാൽ ബെറ്റർ ദാൻ, ബാഡ് വന്നാൽ വേഴ്സ് ദാൻ. ക്ലിയർ? ഓക്കെ, മനസ്സിലായോ? മോർ വേഴ്സ് ഡബിൾ ആയി പോയി, റോങ് ആയി. മോർ വേഴ്സ് വെറും വേഴ്സ് എന്നാണ് വരിക. ക്ലിയർ? പിന്നെ ദി എന്നുള്ള വാക്കിന്റെ എപ്പോഴും അതിന്റെ കൂടെ ദി ബെസ്റ്റ്. മനസ്സിലായോ? അങ്ങനെയൊക്കെ വരിക, ദി ബെസ്റ്റ്. ഞാൻ എക്സാമ്പിൾ പറയണം. ദി വരുമ്പോൾ എസ് ടി ഉള്ളേ വരിക. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അടുത്തത് ദ സയന്റിസ്റ്റ് വാസ് അക്ലൈംഡ്. അക്ലൈംഡ് എന്നുള്ള വാക്ക് കാണുമ്പോൾ തന്നെ അക്ലൈംഡ് ഫോർ, ഫേമസ് ഫോർ, നോൺ ഫോർ, സെലിബ്രേറ്റഡ് ഫോർ. അക്ലൈംഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരാളെ പ്രശംസിക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രത്യേകം ചില ആ ടേം കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ വരണം കേട്ടോ. അക്ലൈംഡ് ഫോർ എഴുതി വെക്കുക. അക്ലൈംഡ് ഫോർ ആണ്, FOR ഫോർ. പിന്നെന്താ? ഫേമസ് ഫോർ. പിന്നെന്താ? സെലിബ്രേറ്റഡ് ഫോർ. ഇതൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചോളാം. സെലിബ്രേറ്റഡ് ഫോർ. പിന്നെന്താ? നോൺ ഫോർ. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. റെഡി? ഇനി അടുത്തത്, വാട്ട് എ വണ്ടർഫുള്ളി പെർഫോമൻസ് ഇറ്റ് വാസ്. ഇത് കാണുമ്പോൾ തന്നെ ഇത് എന്തായിരിക്കും തെറ്റ്? വണ്ടർഫുള്ളി പ്രയോഗം തന്നെ തെറ്റാ കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു അഡ്ജക്റ്റീവ്. ഓക്കെ, രണ്ടെണ്ണം ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്, അഡ്വർബ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള അഡ്ജക്റ്റീവ് നമ്മൾ എപ്പോഴും എന്താണ് ഉപയോഗിക്കേണ്ടത്? നൗൺ ആണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇവിടെ വണ്ടർഫുൾ പെർഫോമൻസ് എന്നുള്ളതാണ് ശരി. എന്താ ശരി? വണ്ടർഫുൾ പെർഫോമൻസ്. ഓക്കെ, വണ്ടർഫുള്ളി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനൊരു അഡ്ജക്റ്റീവ് ആണ് എന്ത് ആക്കണ്ടേ? നൗണിന് ഉപയോഗിക്കണ്ടേ. എന്താ കാരണം? കാരണം എന്താ? നമ്മള് ഇത് വണ്ടർഫുൾ പെർഫോമൻസ് അല്ലെ? പെർഫോമൻസ് എന്താ? ഒരു സവിശേഷത ആയിട്ടുള്ള ഒരു അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ? ഒരു സവിശേഷത. വണ്ടർഫുൾ എന്നൊക്കെ പറയും, ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇത്തരത്തിലുള്ള വാക്കിനൊന്നും നമ്മൾ അതായത് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പെർഫോമൻസ് പെർഫോമൻസ് എന്ന് പറഞ്ഞാല് ഒരു നൗൺ ആണ് അല്ലെ? നൗണിന് എപ്പോഴും നമ്മൾ ചേർക്കേണ്ടത് എന്താണ്? ഇത്തരത്തിലുള്ള അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ, സവിശേഷത എന്ന് പറയും മലയാളത്തിൽ. സവിശേഷത കേട്ടോ, എന്തെങ്കിലും ഒരു പ്രത്യേകത കൊടുക്കുക. വണ്ടർഫുള്ളി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. വണ്ടർഫുൾ പെർഫോമൻസ്, ബ്യൂട്ടിഫുൾ പെർഫോമൻസ് എന്നൊക്കെയാണ് പറയാം. ക്ലിയർ? ഇന്റലിജന്റ് സ്റ്റുഡൻസ്. മനസ്സിലായോ? അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ ആണ് എപ്പോഴും. അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ. അപ്പോൾ ചോദിക്കും എന്താണ് അഡ്ജക്റ്റീവ്? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സവിശേഷമായ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയാം. മനസ്സിലായോ? എന്തെങ്കിലും ഒരു സവിശേഷത കൊടുക്കുക. ഇപ്പോൾ ബ്യൂട്ടിഫുൾ ഗേൾ. ഓക്കെ, ബ്യൂട്ടിഫുള്ളി ഗേൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ബ്യൂട്ടിഫുൾ ഗേൾ. ആ ബ്യൂട്ടിഫുൾ എന്നുള്ള വാക്കെന്താ? ഒരു സവിശേഷതയല്ലേ അല്ലേ? പിന്നെന്താ? വണ്ടർഫുൾ പെർഫോമൻസ്. ഓക്കെ, നമ്മൾ പറയാം ഇന്റലിജന്റ് സ്റ്റുഡൻറ് അല്ലേ? വളരെ ഇന്റലിജന്റ് ആയിട്ട് ഇന്റലിജന്റ് സ്റ്റുഡൻറ് എന്നാണ് പ്രയോഗിക്കുക. ക്ലിയർ ആയോ? വൈ ഒന്നും എടുത്തിട്ട് ചേർക്കരുത്. അഡ്വർബിനാണ് വൈ ചേർക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ, ക്രിയാവിശേഷണം. ഒരു ക്രിയാവിശേഷണം. ഇപ്പൊ ഒരാൾ പാടുകയാണ്. പാടുക എന്ന് പറഞ്ഞാൽ ഒരു ക്രിയയാണ് അല്ലെ? സിങ്സ്. ഓക്കെ, ഓക്കെ, പാടുക. അപ്പൊ സിങ്സ്, ഒരാൾ പാടി. സിങ്സ് എന്താണ് നമ്മൾ കൂട്ടിച്ചേർത്ത് കൊടുക്കേണ്ടത്? സിങ്സ് ബ്യൂട്ടിഫുള്ളി അല്ലെ? ബ്യൂട്ടിഫുള്ളി, നന്നായിട്ട് മനോഹരമായിട്ട് പാടുക. പിന്നെന്താ? സ്പീക്സ്. സ്പീക്സ് ഫ്ലുവൻലി. ഫ്ലുവൻലി കണ്ടോ? ഫ്ലുവൻലി. റൺസ് ക്വിക്ലി, വേഗത്തിൽ ഓടുക. മനസ്സിലായോ? മനസ്സിലായോ? അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ തലയിൽ ഓടി വരണം. ഓക്കെ,
ഇനി അടുത്തത്, ഇനി പറയണ്ടല്ലോ. അപ്പൊ വണ്ടർഫുള്ളി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. വണ്ടർഫുൾ പെർഫോമൻസ് എന്താ കാരണം? ഇതൊരു noun ആണ്. വണ്ടർഫുൾ പെർഫോമൻസ്. ഇനി noun അല്ല, പാടുക, സിങ്, എന്താണ്, കെയർഫുള്ളി. ഒരു ഉദാഹരണം പറയാം, സിങ്സ് ബ്യൂട്ടിഫുള്ളി. അപ്പൊ WLY ചേർക്കണം. അപ്പൊ അഡ്വർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ ടെൻഷൻ അടിക്കണ്ട. അഡ്വർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രവൃത്തി കേട്ടോ, പ്രവൃത്തിക്ക് കൊടുക്കുന്ന വിശേഷണം കേട്ടോ. ഓക്കെ, പ്രവൃത്തിക്ക് കൊടുക്കുന്ന വിശേഷണമാണ് അഡ്വർബ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നൗണിന് കൊടുക്കുന്ന വിശേഷണം. മനസ്സിലായോ? അപ്പൊ അഡ്വർബിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? ബ്യൂട്ടിഫുള്ളി, കെയർഫുള്ളി, WLY ചേർത്തിട്ട്. അപ്പൊ അതിന്റെ അപ്പുറം എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ റണ്ണ്, അല്ലെങ്കിൽ ഗോ, എന്തൊക്കെ ഒരു പ്രവൃത്തി ആയിരിക്കും. ഏഹ് അല്ലെങ്കിൽ സിങ്, ഇതൊക്കെ ഒരു പ്രവൃത്തിയല്ലേ, ഒരു കാര്യം ചെയ്യുന്ന കാര്യങ്ങളല്ലേ അല്ലെ? അപ്പൊ അതിന് അപ്പോഴൊക്കെ അപ്പൊ എന്തായിരിക്കും? WLY ഉള്ള ചേർക്കണം. നൗണ് ആണെങ്കിൽ മാത്രം എന്താക്കുക? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്താക്കുക? ചേർക്കുക. ഓക്കെ, ക്ലിയർ? നൗൺ ആണെങ്കിൽ. ഇനി അടുത്തത് ഇനി അടുത്തത് കുറച്ച് സ്പീഡ് ആക്കട്ടോ. ഓക്കെ, അടുത്തത് ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച്. ഓക്കെ, of the underlined word in the sentence. She accepted the invitation with gratitude. ഓക്കെ, ഇത് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഇതെന്താണ്? ഇത് noun ആണ് കേട്ടോ. ഓക്കെ, noun ആണ്. ക്ലിയർ? ഇനി അടുത്തത് അങ്ങനത്തെ ഒരു ചോദ്യം. ദ മാനേജർ ഡാഷ് ദ റിപ്പോർട്ട്സ് എവറി മൺഡേ മോർണിംഗ്. ഓക്കെ, മാനേജർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ TION, എൻഡിൽ വരുന്ന TION. ഇപ്പം എഡ്യൂക്കേഷൻ അല്ലെ, അതുപോലെ മൂവ്മെന്റ്, MENT, അതുപോലെ NES കൈൻഡ്നെസ്, ഇതൊക്കെ എന്താണ്? എബിലിറ്റി. ഏഹ് പിന്നെ TUD ലാസ്റ്റ് വരുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ എന്തിൽ വരും? നൗണിൽ വരും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, പിന്നെ പറയുന്നത് വെച്ചാല് അടൂർ നമ്മൾ ക്രിയാവിശേഷണം അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി അടുത്തത് ഡാഷ് ദ മാനേജർ ഡാഷ് ദ റിപ്പോർട്ട്സ് എവരി മൺഡേ മോർണിംഗ്. എവരി മൺഡേ, എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ ഒരിക്കലും എന്ത് ചേർക്കരുത്? പിന്നെ നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? എവരി ഡേ. കാണിച്ചു തരാം. നമ്മൾ സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏഹ് എന്താണ്? എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പ്രവൃത്തി കേട്ടോ. എല്ലാ ദിവസവും ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഓക്കെ, നോർമലായിട്ട് എല്ലാ ദിവസവും. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, അപ്പോൾ മനസ്സിലാവും. ഇവിടെ നോക്കിക്കോ. ഇപ്പോൾ ചില വേർഡുകൾ, അതായത് എവരി ഡേ, പിന്നെ എവരി മൺഡേ, ഓൾവേസ്, പിന്നെ ഓഫൺ, പലപ്പോഴും. ഓഫൺ എന്ന് പറഞ്ഞാൽ പലപ്പോഴും, സംടൈംസ്, പിന്നെ നെവർ, ഒരിക്കലും. മനസ്സിലായോ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് എല്ലാ ദിവസവും അവൻ ക്രിക്കറ്റ് കളിക്കും. അപ്പൊ എന്താ ചെയ്യുക? ഈ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മനസ്സിലായോ? ഹീസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. എല്ലാ ദിവസമാണല്ലോ ഞാൻ കളിക്കുന്നത്. ഹീ പ്ലേസ് ക്രിക്കറ്റ് എവരി ഡേ. എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കും. അപ്പൊ ഈ പ്ലേസ് കണ്ടോ, സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. അതാണ് ഇവിടെ ഉത്തരം. എന്താ? റിവ്യൂസ്. ദ മാനേജർ റിവ്യൂസ് ദ റിപ്പോർട്ട്സ് എവരി മൺഡേ. എല്ലാ മൺഡേയും അദ്ദേഹം റിപ്പോർട്ട് ചെയ്യും, റിവ്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ റിവ്യൂസ് കണ്ടോ, റിവ്യൂസ്. പിന്നെന്താ? ഷീ ടീച്ച് ഇംഗ്ലീഷ് എവരി ഡേ. ദേ പ്ലേ ക്രിക്കറ്റ്. ഓക്കെ, ഇത്തരത്തിലുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, എവരി ഡേ. ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തത് ഹി ഹെസിറ്റേറ്റഡ് ടു ആൻസർ ദ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ഐഡന്റിഫൈ ദ ഇൻഫിനിറ്റീവ് ഈസ് ദി ഫോളോയിങ് സെന്റൻസ്. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 2+V1 ആണ്. ഓക്കെ, 2+V1 അത്ര മനസ്സിലാക്കിയാൽ മതി. 2+V1. ഇവിടെ 2 ഏതാണോ? സി ആണ് ആൻസർ. 2+V1 ഇൻഫിനിറ്റീവ്. ക്ലിയർ? 2+V1.
2 പ്ലസ് V1 ആണ്. ടു ഈറ്റ്, ടു റൈറ്റ്, ടു സ്ലീപ്പ്, ടു സ്റ്റഡി, ഇങ്ങനെയൊക്കെയാണ് പറയാം കേട്ടോ. റെഡി? ഇനി അടുത്തത് അത്രയേ ഉള്ളൂ കേട്ടോ. അവിടെ ടു ആൻസർ കേട്ടോ. എന്താ കാരണം? ഇൻഫിനിറ്റി. ഓക്കെ, റെഡി. ഇനി അടുത്തത് പ്ലബിയൻ അല്ലെ? പ്ലബിയൻ എന്തുവാണോ പ്രൊനൗൺസ് ചെയ്യാൻ നിങ്ങൾ ചെയ്തോളാം. ഇതിന്റെ എന്താ ഉത്തരം? വർക്കിംഗ് ക്ലാസ് പേഴ്സൺ. ഓക്കെ, അദ്ദേഹത്തിനാണ് പ്ലബിയൻ എന്ന് പറയാം. കോമൺ പീപ്പിൾ, അവർക്കും പ്ലബിയൻ എന്ന് പറയും. ഇതിപ്പോ ഇതിന് നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു ടേം കൂടി മനസ്സിലാക്കുക. പാട്രീഷ്യൻ. ഓക്കെ, പാട്രീഷ്യൻ, PATRICIAN, പാട്രീഷ്യൻ അല്ലെ? പവർഫുൾ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. നല്ല പവർഫുൾ ആയിട്ടുള്ള മറ്റേ കോമൺ മാൻ, സാധാരണക്കാർ, ഒന്നും കൂടി പവർഫുൾ പേഴ്സൺ. ഓക്കെ, പാട്രീഷ്യൻ, പ്ലബിയൻ, പാട്രീഷ്യൻ. ഓക്കെ, ഇനി ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റായിരിക്കും. അടുത്ത പറയുന്നത് തെറ്റെന്ന് പറഞ്ഞാൽ പ്രൊണൗൺസിയേഷൻ തെറ്റായിരിക്കും, ക്ഷമിക്കുക. ഓക്കെ, അടുത്തത് ഇത് കറക്റ്റ്ലി കേട്ടോ. എന്താ ബൂർഷ എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം കേട്ടോ. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും PSC ചോദിക്കുന്നതാണ്. ജസ്റ്റ് നോക്കുക. അടുത്തത് ആന്റണിം ഓഫ് ദി വേർഡ് സ്ലാക്ക്. സ്ലാക്ക് എന്താണ്? സ്ലാക്ക് സ്ലാക്കിന്റെ അർത്ഥം ജസ്റ്റ് നോക്കണം. മിഡിൽ ക്ലാസ്. ഓക്കെ, ഇത് മിഡിൽ ക്ലാസ് എന്ത് പറയുക, പറയാം കേട്ടോ. മിഡിൽ ക്ലാസ്. സ്ലാക്ക് എന്ന് പറഞ്ഞാൽ TOUT, ടോട്ട്. എന്തുവാണ് പറയാം? ടോട്ട്. ഓക്കെ, TOUT. എന്താ അതിന്റെ അർത്ഥം? അയന്നതിനാണ് സ്ലാക്ക് എന്ന് പറയാം. അയന്നത്. ഓക്കെ, നല്ല ടൈറ്റായി മുറുകേന് ടട്ട്. ഓക്കെ എന്ന് പറയും. ക്ലിയർ? ഇനി അടുത്തത് സീറോ പ്ലൂരൽസ്. വളരെ രസകരമാണ്. സീറോ പ്ലൂരൽ തന്നെ ഉപയോഗിക്കുന്നതാണെന്ന് പറയാം. അതായത് ഒറ്റ പ്ലൂരൽ ഇല്ലാത്ത വേർഡുകളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്താ പറയാ, നമുക്ക് ഉദാഹരണം പറഞ്ഞാല് എയർക്രാഫ്റ്റ്. ഇതെന്താണ്? ഇത് പ്ലൂരലും സിംഗുലറും ഒക്കെ എയർക്രാഫ്റ്റ് ആണ്. മനസ്സിലായോ? പ്ലൂരലും സിംഗുലർ. അതുപോലെ ഷീപ്പ്. ഷീപ്പിന് ഷീപ്പ് തന്നെയാണ് പറയാ. ചൈൽഡ് ചിൽഡ്രൻ ആണ് പറയാ. മനസ്സിലായോ? ചൈൽഡ്. ഓക്സിന് ഓക്സൺ, OXEN. അപ്പൊ ഇത്തരത്തിലുള്ള ടേം അത്ര. ഇപ്പൊ ഡിയർ അല്ലെ? അത് ഡിയർ തന്നെയാണ്. ഫിഷിന് ഫിഷ് തന്നെയാണ്. മനസ്സിലായോ? സ്പീഷീസ്. സ്പീഷീസിന് സ്പീഷീസ് ആണ്. പിന്നെ സീരീസ് തന്നെയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്തത് അത്രയേ ഉള്ളൂ. മാരി ഡാഷ് വിത്ത് ഹെർ സിസ്റ്റർ ആൻഡ് ആംഗ്ലി വെന്റ് ഔട്ട് ഓഫ് ദി റൂം. കണ്ടോ? യൂസ് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വേർബ്. എന്താണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത്? മാരി ഡാഷ് വിത്ത് ഹെർ സിസ്റ്റർ ആൻഡ് ആംഗ്ലി വെന്റ് ഔട്ട്. ഫെൽ ഔട്ട് അല്ലേ? ഫെൽ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വഴക്കിടുക കേട്ടോ, കച്ചറ വിടുക. ഫെൽ ഔട്ട്. വഴക്കിടുക. വഴക്കിടുക അല്ലെ? ദേഷ്യം പിടിക്കുക. ഫെൽ ഔട്ട് അല്ലെ? ഫെൽ ഔട്ട് വിത്ത്. പിന്നെ പുട്ടപ്പ് വിത്ത്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സഹിക്കുക. ടോളറേറ്റ്. ഒരാളെ സഹിക്കുക. ടോളറേറ്റ്. ഓക്കെ, ക്ലിയർ? പുട്ടപ്പ് വിത്ത്, ഫെൽ ഔട്ട്. കോറൽഡ് എന്ന് പറഞ്ഞാൽ കച്ചറ പിന്നെ കൂടുന്നതിനാണ്. ഓക്കെ, ഗിവ് അപ്പ് എന്ന് പറഞ്ഞതാ. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ നിർത്തുക, സ്റ്റോപ്പ് ചെയ്യാം. ഒക്കെയാണ് ഗിവ് അപ്പ്.
ഇനി അടുത്തത് എടുത്തു നോക്കിയോ. ദ മീനിങ് ഓഫ് ദ ഫ്രേസ് അമോർ വിൻസിറ്റ് ഒമ്നിയ. ഓക്കെ, അമോർ വിൻസിറ്റ് ഒമ്നിയ, ലവ് കങ്കേഴ്സ് ഓൾ. കേട്ടോ. അമോർ അമോർ എന്ന് പറഞ്ഞാൽ എന്താ? ലവ്. വിൻസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിക്ടറി, വിജയം. ഓക്കെ. ഓംനിയ, ഓൾ എന്നാണ് അർത്ഥം. ഓക്കെ, നിങ്ങൾ പഠിച്ചോളുക. ഡി ആണ് ആൻസർ. ലവ് കങ്കേഴ്സ് ഓൾ. അടുത്തത് ലോസ് ഓഫ് ഫുൾ കൺട്രോൾ ഓഫ് ദ ബോഡീസ് മൂവ്മെന്റ്. ബോഡി മൂവ്മെന്റ് മൊത്തം കൺട്രോള് നഷ്ടപ്പെടുന്നതിന് അറ്റാക്സിയ അല്ലെ? അറ്റാക്സിയ, അറ്റാക്സിയ. ക്ലിയർ? അറ്റാക്സിയ. ലോസ് ഓഫ് കോർഡിനേഷൻ അല്ലെങ്കിൽ കൺട്രോൾ ഓഫ് ദി ബോഡി. ഇൻസോംനിയ എന്നാ? ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഇൻസോംനിയ, ഇൻഎബിലിറ്റി ടു സ്ലീപ്പ്. ഓക്കെ. അട്രാക്ഷ്യ, അട്രാക്ഷ്യ എന്താ? കാം. ഓക്കെ, വളരെ കാം ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള ഒരവസ്ഥ കേട്ടോ, അട്രാക്സിയ. ഓക്കെ, അട്രാക്സിയ പീസ്ഫുൾ അവസ്ഥയാണ് അട്രാക്സിയ. ഓക്കെ. പിന്നെ നെക്ടോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? കറുപ്പിനെ പേടി അല്ലെ? ഫിയർ ഓഫ് ഡാർക്ക്നെസ്, ഫിയർ ഓഫ് ഡാർക്ക്നെസ്, ഡാർക്ക്നെസ് അല്ലെ? നെക്ടോഫോബിയ, ഇൻസോംനിയ, ഓർക്കില്ലായ്മ, അട്രാക്സിയ. അട്രാക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി കൺട്രോള്, ലോസ് ഓഫ് ബോഡി കൺട്രോൾ. ഓക്കെ. നെക്ടോഫോബിയ, ഫിയർ ഓഫ് ഡാർക്ക്നെസ്. അട്രാക്സിയ എന്താണ്? പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, പീസ്ഫുൾ. ഓക്കെ, കാം, പീസ്ഫുൾ സ്റ്റേറ്റ്, പീസ്ഫുൾ ആയിട്ടുള്ള ഒരവസ്ഥ. ക്ലിയർ? ഇനി അടുത്തത് ഇപ്പൊ നിർത്താം കേട്ടോ. ഓക്കെ, അടുത്ത. ജോൺ വാസ് കൺസിഡേർഡ് എ ഡാഷ് ബൈ ഹിസ് കൊളീഗ്സ് ബിക്കോസ് ഓഫ് ഹിസ് അൺപ്രഡിക്റ്റബിൾ ആൻഡ് ട്രബിൾസം ക്യാരക്ടർ. അല്ലേ? അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത ഒരു ക്യാരക്ടർ കൊണ്ട് എന്താണ് വളരെ എന്തായിട്ട് കണ്ട്? ലൂസ് ക്യാനൺ ആയിട്ട് കണ്ട്. ലൂസ് ക്യാനൺ കേട്ടോ, ലൂസ് ക്യാനൺ. ലൂസ് ക്യാനൺ എന്ന് പറഞ്ഞാൽ എന്താ? അൺപ്രഡിക്റ്റബിൾ, അൺപ്രഡിക്റ്റബിൾ. ലൂസ് ക്യാനൺ എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ, അൺപ്രഡിക്റ്റബിൾ. ക്ലിയർ? അൺപ്രഡിക്റ്റബിളിനാണ് എന്ത് പറയാ? ലൂസ് ക്യാനൺ എന്ന് പറയാം. റെഡി? ഇനി ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ അൺകംഫർട്ടബിൾ. ഓക്കെ, അൺകംഫർട്ടബിൾ ആയിട്ട്, കംഫർട്ടബിൾ അല്ലാതെ ഫീൽ ചെയ്യുന്നതാണ് എന്താ പറയുക? ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറയാം അല്ലേ? പിന്നെ സ്പേസ് കാഡക് എന്ന് പറഞ്ഞാൽ ആബ്സെന്റ് മൈൻഡഡ്. സ്പേസ് കാഡക് എന്ന് പറഞ്ഞാൽ ആബ്സെന്റ് മൈൻഡഡ് അല്ലേ? ഒരുതരം മന്ദിപ്പ്, ആബ്സെന്റ് മൈൻഡഡ്. ഓക്കെ. സ്പേസ് കാഡറ്റ്. സോഷ്യൽ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് വളരെ ഇടക ജനങ്ങളോട് വളരെ കൂടുതൽ സോഷ്യലായി ജീവിക്കുന്ന ആളുകളില്ലേ, അവരെയാണ് പറയാം കേട്ടോ. ഒരുപാട് പേരെ കൂടെ ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ കേട്ടോ. ഒരുപാട് സംസാരിക്കാൻ, ഒറ്റപ്പെടാതെ ജീവിക്കുന്ന ആളുകൾ. ഓക്കെ, അതാണ് എന്ത്? സോഷ്യൽ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് കേട്ടോ. ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ അൺകംഫർട്ടബിൾ. സ്പേസ് കാഡറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സെന്റ് മൈൻഡഡ്. ഇതൊക്കെ മനസ്സിലാക്കുക. സോഷ്യൽ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? സമൂഹത്തിൽ കൂടുതൽ എന്താ? സംവൺ ഹു എൻജോയ്സ് മീറ്റിംഗ് മെനി പീപ്പിൾ ആൻഡ് ഈസ് വെരി സോഷ്യബിൾ. ഓക്കെ, സൊസൈറ്റിയിൽ കൂടുതൽ ചേർന്ന് ജീവിക്കുന്ന ആളുകൾ. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ സെയിം മീനിങ്? ബോളിംഗ്. ബോളിംഗ് എന്ന് പറഞ്ഞാൽ ലാമൻഡിങ് എന്നാണ് അർത്ഥം കേട്ടോ. ബോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒച്ചത്ത് കരയുന്നതിനാണ് ബോളിംഗ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, ക്രൈ ലൗഡ്ലി. അപ്പോൾ കരയുക, കുറെ വിഷമം കൊണ്ടല്ല കരയുക, അതാണ് ഡീപ് സോറോ ഓഫ് ഗ്രീഫ് ആണ് എന്ത്? ലാമെന്റ്. വിഷമം എന്താണ്? കൂടുതൽ ദുഃഖം രേഖപ്പെടുത്തുക. ഓക്കെ. ബോൾ എന്ന് പറഞ്ഞാൽ ഒച്ചത്ത് കരയുക. വെയിൽ എന്ന് പറഞ്ഞാലും ക്രൈ ലൗഡ്ലി ആണ്. ഓക്കെ, ദുഃഖം രേഖപ്പെടുത്തുന്നതിനാണ് പറയാം ലാമെന്റിങ് എന്ന് പറയാം കേട്ടോ. ദുഃഖം രേഖപ്പെടുത്തുക. അടുത്ത 100ാമത്തെ ക്വസ്റ്റ്യൻ. യൂസ് ദ കറക്റ്റ് പ്രിഫിക്സ് ടു മേക്ക് ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് പൊളിറ്റിക്കൽ. പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അപ്പൊളിറ്റിക്കൽ കേട്ടോ. പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അപ്പൊളിറ്റിക്കൽ. പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അപ്പൊളിറ്റിക്കൽ. റെഡി? കുറച്ച് സ്പീഡാകുന്നുണ്ട്. അടുത്തത്. ഓക്കെ, അപ്പൊ ഇത്രയും വേർഡുകൾ നമ്മൾ നന്നായി പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത്
ഉം. ഇപ്പൊ ഇത്ര ഇത്ര ക്വസ്റ്റ്യൻസ് എന്തായി നമ്മൾ പറഞ്ഞു. ഇത് മതി ഇന്ന്. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് പറയണം കേട്ടോ. അത് അടുത്ത സെഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ പറയും. 3 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ. ക്ലിയർ. ഇതിൽ ചെയ്യണമെന്നുണ്ട് നമ്മൾ വീഡിയോ ലെങ്ത് കൂടും.